PV അൻവറിന്റെ ആരോപണങ്ങളിൽ ADGPക്കെതിരെ അന്വേഷണവും SP-ക്ക് സസ്പെൻഷനും. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ എന്ത് നടപടിയെടുക്കുമെന്നാണ് ഇനിയുള്ള ചോദ്യം. P ശശിക്കെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി കഴിഞ്ഞു. CPIM-നുള്ളിലും ഇക്കാര്യം ചർച്ചയാകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി B ദിലീപ് കുമാറും ഷഫീദ് റാവുത്തറുമാണ് ചേരുന്നത്. ആദ്യം B ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, അജിത്ത് വീണു ശശിയുടെ ഊഴമാണോ ഇനി? വേണു, CPIM-നെ പിടിച്ചുലക്കുകയാണ് PV അൻവറിൻ്റെ ആരോപണങ്ങൾ. ഇതിൽ ഇപ്പോൾ പോലീസ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട 2 ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയിലേക്ക് നീങ്ങുകയാണ്. അതിൽ പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് PV അൻവർ MLA-യോട് അപേക്ഷയുടെ രൂപത്തിൽ അല്ലെങ്കിൽ യാചിച്ചുകൊണ്ട് നടത്തിയ ആ ഓഡിയോ സംഭാഷണത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. മറ്റൊന്ന്, ഈ PV അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവർ ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ADGP MR അജിത് കുമാറാണ്. അദ്ദേഹത്തിനെതിരെ പരസ്യമായിട്ട് തന്നെ ഇന്ന് പൊതുവേദിയിൽ കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ചാണ് അന്വേഷണ വിവരം പ്രഖ്യാപിച്ചത്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അന്വേഷിക്കുക എന്ന കാര്യവും മുഖ്യമന്ത്രി ഈ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഊഴം P ശശിയുടേത്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, P ശശിയുടേതായിരിക്കും എന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം PV അൻവർ ആരോപണം ഉന്നയിച്ച 2 പേരിൽ ADGP MR അജിത് കുമാർ, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവരാണ്. ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് P ശശിയാണ്, മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നത് P ശശിയാണ് എന്ന കാര്യമാണ് ഇന്നലെ PV അൻവർ ആരോപണമായി ഉന്നയിച്ചത്. ഇനി എന്താകും P ശശിയുടെ കാര്യത്തിൽ CPIM-ഉം മുഖ്യമന്ത്രിയും, അതൊരു രാഷ്ട്രീയ നിയമനമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും CPIM-ഉമാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തു തീരുമാനമാകും ഇനി കൈക്കൊള്ളാൻ പോവുക? P ശശിയുടെ വഴി പുറത്തേക്കാണോ എന്നതാണ് ഇനി അറിയാനുള്ളത്. വേണു. ശരി, ഷഫീദ് റാവുത്തറും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ കോട്ടയത്തെ സമ്മേളനം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയായിരിക്കും മുഖ്യമന്ത്രിയുടെ തുടർ നീക്കങ്ങൾ? അജിത്തുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എന്തെങ്കിലും തുടർ നീക്കങ്ങളുടെ സൂചന വരുന്നുണ്ടോ? വേണു, നമുക്കറിയാവുന്ന പോലെ തന്നെ PV അൻവറിൻ്റെ ആരോപണം അതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ്. അതല്ലെങ്കിൽ PV അൻവർ തനിച്ച് നടത്തുന്ന ആഭ്യന്തര യുദ്ധമെന്ന് നമുക്കതിനെ പറയാൻ കഴിയില്ല. കാരണം CPM-ലെ ഒരു പ്രബല ശക്തി PV അൻവറിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുന്ന നീക്കങ്ങൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നടന്നു. ഈ സാഹചര്യത്തിൽ തെറ്റുതിരുത്തൽ നടപടി എന്നടക്കം തലപ്പത്ത് തെറ്റുതിരുത്തൽ നടപടി എന്ന് പാർട്ടിക്കുള്ളിൽ പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രതികരണം ഇന്ന് നമ്മൾ കേട്ടതാണ്. PV അൻവറിനെ തള്ളാതെയുള്ള പ്രതികരണത്തിൽ സ്വാഭാവികമായും സംശയിക്കാൻ പലതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തിരുത്തലുണ്ടാകും, അതല്ലെങ്കിൽ പോലീസിൽ ശുദ്ധീകരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ആദ്യ പടിയാവണമെന്നാണ് പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെയുള്ള സസ്പെൻഷൻ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് മടങ്ങിയെത്തി ഒരു യോഗം കൂടി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ തന്നെ ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. മാത്രവുമല്ല, MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനവും ഇതിനോടകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. പകരമാര് എന്നുള്ള അന്വേഷണം അതും ആഭ്യന്തര വകുപ്പ് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. 3 പ്രധാനപ്പെട്ട പേരുകൾ ആഭ്യന്തര വകുപ്പിന് മുൻപിലുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് H വെങ്കിടേഷ്, രണ്ടാമത്തേത് ബൽറാം കുമാർ ഉപാധ്യായ, മൂന്നാമത്തേത് മനോജ് എബ്രഹാം എന്നീ 3 പേരുകൾ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുകയാണ്. H വെങ്കിടേഷിനാണ് സാധ്യത കൂടുതൽ. മികച്ച ട്രാക്ക് റെക്കോർഡും സർക്കാരുമായിട്ടുള്ള അലയൻസും പരിഗണിച്ചായിരിക്കും H വെങ്കിടേഷിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതേസമയം MR അജിത് കുമാറിനെതിരെയുള്ള PV അൻവറിൻ്റെ ആരോപണത്തിൽ അന്വേഷണവും ഉടൻ തന്നെ ഉണ്ടാകും. അന്വേഷണ സംഘത്തെയും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. യോഗേഷ് ഗുപ്തയുടെയോ അതല്ലെങ്കിൽ K പത്മകുമാറിൻ്റെയോ നേതൃത്വത്തിൽ അന്വേഷണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചിക്കുന്ന കാര്യം. ഇതിനൊക്കെ പാർട്ടിയുടെ കൂടി ഒരു അനുമതി വേണം. അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടക്കുന്നു എന്നുള്ളതും ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും പോലീസിൽ ശുദ്ധീകരണം ഉണ്ടാകും. അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് ഇനി മാസങ്ങൾ അവശേഷിക്കുമ്പോൾ അതിനു മുൻപ് ശുദ്ധീകരണം നടത്തി പാർട്ടിയെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കുക എന്നുള്ള നീക്കം കൂടി CPM-നെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതായാലും താൽക്കാലികമായി ഈ അൻവർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ യുദ്ധം അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM-ൽ ഉയർന്ന അഭിപ്രായമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സൂപ്പർ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നുള്ള ആക്ഷേപം അത് പ്രതിപക്ഷത്തിനപ്പുറം CPM-ലും ഘടകകക്ഷികളിലെ ചിലർക്കും ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു പരസ്യമായ തുറന്നു പറച്ചിൽ എന്ന രീതിയിൽ കൂടി നമുക്കിതിനെ രാഷ്ട്രീയമായി വിലയിരുത്താം. ഏതായാലും മാറ്റങ്ങളുണ്ടാകും. വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങളും നമുക്കിന്ന് വൈകുന്നേരത്തോടു കൂടി പ്രതീക്ഷിക്കാം. വേണു. ശരി, B ദിലീപ് കോറം തുടരുന്നുണ്ട്. ദിലീപ്, ഈ അൻവറിനെ ആരാണ് ഇറക്കിയത് എന്ന കാര്യത്തിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അൻവർ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഈ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനൊക്കെ ശേഷം മുഖ്യമന്ത്രിയുമായി ചേർന്നുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, സത്യമേവ ജയതേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് അൻവർ നൽകുന്ന സന്ദേശം?
വേണു, CPIഎമ്മിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കും വിധം ഇപ്പോൾ ഇത്തരമൊരു വെളിപ്പെടുത്തൽ ആരോപണങ്ങളുമൊക്കെയായി വരാൻ PV അൻവറിനെ പ്രേരിപ്പിച്ചതാര് എന്ന ചർച്ചയും വളരെ സജീവമാണ്. നിലമ്പൂരിൽ നിന്നുള്ള ഇടതുമുന്നണി പിന്തുണയോടെ മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര അംഗമാണ് PV അൻവർ. അദ്ദേഹത്തിന് സാങ്കേതികമായി CPIഎമ്മിൽ നിന്ന് നടപടിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഈ PV അൻവറിനെ ഈ നിലയിലുള്ള ആരോപണം, അതും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുക. നേരത്തെ മുതൽ തന്നെ പ്രതിപക്ഷം ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ബാഹ്യ ശക്തികളുടെ നിയന്ത്രണം ആഭ്യന്തര വകുപ്പിനുണ്ട് എന്ന കാര്യങ്ങളുമൊക്കെ പ്രതിപക്ഷം ആരോപിക്കാറുണ്ട്. അത്തരത്തിൽ ഈ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്ന അവരുടെ ആരോപണങ്ങളെ സാധൂകരിക്കും വിധം ഈ PV അൻവർ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ഒരു MLA ഇത്തരത്തിലൊരു പരസ്യമായ പ്രതികരണവുമായി വരിക, അതും CPIഎമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയ ദിവസം തന്നെ. അതിനു പിന്നിൽ ആര് എന്നതൊരു വലിയ ചർച്ച തന്നെയാണ്. CPIഎമ്മിലെ മാറിയ സമവാക്യങ്ങളാണോ? അതായത് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു, MV ഗോവിന്ദൻ പാർട്ടിയിൽ നിലപാട് കൂടുതൽ ശക്തമായി തന്നെ ഉറപ്പിക്കുകയാണ്, പാർട്ടിയുടെ നിയന്ത്രണം MV ഗോവിന്ദനിലേക്ക് പൂർണ്ണ നിയന്ത്രണം MV ഗോവിന്ദനിലേക്ക് തന്നെ മാറുകയാണോ എന്ന തരത്തിലൊക്കെയുള്ള സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ രണ്ട് ഉന്നതർക്കെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ PV അൻവർ ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണത്തിന് പിന്നിൽ ഇനി ഈ മാറിയ സമവാക്യം അല്ലെങ്കിൽ CPIഎമ്മിലെ പുത്തൻ പവർ ഗ്രൂപ്പാണോ അതോ മുഖ്യമന്ത്രിയുടെ തന്നെ മൗനാനുവാദം ഈ ആരോപണത്തിന് പിന്നിലുണ്ടോ? കാരണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനെ PV അൻവർ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ മൗനാനുവാദം, നേരത്തെ തന്നെ ഈ നിരവധി ആരോപണങ്ങൾ വരുന്ന രണ്ട് ഉദ്യോഗസ്ഥർ CPIഎമ്മിൻ്റെ സമ്മേളനങ്ങൾ ആരംഭിക്കാൻ ഇരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ഒഴിവാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ തന്നെ പിന്തുണയോടുകൂടിയാണോ ഈ നീക്കം എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും PV അൻവറിന് പിന്നിൽ ശക്തമായ ഒരു നേതൃത്വമോ അല്ലെങ്കിൽ ശക്തമായ ഒരു നേതാവോ ഒക്കെ ഉണ്ട് എന്ന് തന്നെ പൊതുവെ വിലയിരുത്തേണ്ടി വരും. വേണു, ശരി. ഷഫീദ് റാവുത്തറും തുടരുകയാണ്. ഷഫീദ്, ഇപ്പോൾ പാർട്ടി തലത്തിലുള്ള തിരുത്തലുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ സർക്കാർ തലത്തിലുള്ള തിരുത്തലുകളുടെ തുടക്കമാവുകയാണോ? വേണു, നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം മുൻഗണനാക്രമത്തിൽ, സർക്കാരിൻ്റെ മുൻഗണനാക്രമത്തിൽ തിരുത്തൽ വെടുത്തി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അത് വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി തലത്തിൽ EP ജയരാജൻ, PK ശശി അടക്കമുള്ള ആളുകൾക്കെതിരെ അച്ചടക്ക നടപടിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ താഴെത്തട്ടിലെ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും അടക്കം സർക്കാരും പാർട്ടിയും പ്രതീക്ഷിക്കുന്ന വിമർശനങ്ങളിൽ പ്രധാനം സർക്കാരിൻ്റെ രീതി, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം, ഇക്കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ കേട്ടൊരു പഴി അത് പോലീസിനെതിരെയാണ്. അപ്പോൾ പോലീസിൻ്റെ തലപ്പത്ത് തന്നെ ശുദ്ധികലശം അതൊരു പക്ഷേ സാധ്യമാകും എന്നുള്ള സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് കേൾക്കുന്ന വിമർശനങ്ങളിലൊക്കെ പാർട്ടിക്ക് മുൻപിൽ മറുപടി പറയേണ്ടി വരിക. P ശശിയും MR അജിത് കുമാറും ഒരു സൂപ്പർ ലോബിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപം അത് CPIഎമ്മിൽ നേരത്തെ ഉയർന്നിട്ടുള്ളൊരു വിമർശനമാണ്. അപ്പോൾ ഒരു ആഭ്യന്തര വിമർശനം അതല്ലെങ്കിൽ ഒരു സ്വയം വിമർശനമായി കണ്ടൊക്കെയുള്ളൊരു തിരുത്തലിലേക്ക് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും പാർട്ടിയും കടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അങ്ങനെയാണ് വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി സ്വന്തം വിശ്വസ്തനെ MR അജിത് കുമാറിനെ കൈവിട്ടത്. ഇനി ഉയർന്ന രണ്ടാമത്തെ ചോദ്യം വേണു ആദ്യം ഉയർത്തിയ ചോദ്യമാണ്. അത് P ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി ഉണ്ടാകുമോ, അതല്ലെങ്കിൽ P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നുള്ളതാണ്. അക്കാര്യത്തിലടക്കം പാർട്ടി ആലോചനകൾ ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും EP ജയരാജനെതിരെയുള്ള മറുപടി ചർച്ചയായ ഘട്ടത്തിലൊക്കെ MV ഗോവിന്ദൻ പറഞ്ഞത് തലപ്പത്ത് തിരുത്തണം, സ്വയം തിരുത്തൽ വേണം. അത് പാർട്ടിക്കുള്ളിൽ തുറന്നു പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് അത് ഇതിനൊക്കെ കാരണമായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾക്ക് അവസാനം മുഖ്യമന്ത്രി തന്നെ തൻ്റെ വിശ്വസ്തരെ കൈവിട്ടുകൊണ്ടൊരു തിരുത്തലിന് ഒരുങ്ങുകയാണോ എന്നുള്ള സംശയവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇടത കേന്ദ്രങ്ങളിൽ തന്നെ ചില സംശയങ്ങളായി അത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സുജിത് ദാസിൻ്റെ സസ്പെൻഷൻ, MR അജിത് കുമാറിൻ്റെ സ്ഥാനചലനം, ഒടുവിൽ നമുക്കിനി അറിയേണ്ട രാഷ്ട്രീയ ആകാംക്ഷ P ശശിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് PV അൻവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഗൗരവമുള്ള ആരോപണം, അത് ഗൗരവമുള്ള ആരോപണമാണെന്ന് ആഭ്യന്തര വകുപ്പ് തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. അത് തിരോധാന കേസാണെങ്കിലും ഇടപെടലുകളാണെങ്കിലും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധമാണെങ്കിലും ഇതൊക്കെ പല ഘട്ടത്തിൽ പലതരത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ ആക്ഷേപങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ അത് തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ സർക്കാരിനും പാർട്ടിക്കും തിരിഞ്ഞുകൊത്തുന്ന വാളായി അത് മാറും എന്നുള്ളൊരു വിലയിരുത്തൽ CPIഎമ്മിനുണ്ട്. അതുകൊണ്ട് തന്നെ
മറ്റു ചില നിർണായകമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത നടപടികൾ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ചില രാഷ്ട്രീയ നീക്കത്തിലേക്ക് CPM കടക്കുന്നു, തിരുത്തലിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. വേണു. ശരി, ഷഫീദ് റാവുത്തറും ബി ദിലീപ് കുമാറും തുടരുക. മുഖ്യമന്ത്രിയുടെ അടക്കം ചില പ്രതികരണങ്ങൾ കണ്ട ശേഷം തിരികെ എത്താം. PV അൻവർ MLA വെളിപ്പെടുത്തലിൽ ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ പരസ്യമായാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. ആരോപണങ്ങൾ സർക്കാർ അന്വേഷിക്കട്ടെ എന്ന് അജിത് കുമാർ പ്രതികരിച്ചു. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ.